ഹായ് ഓൾ, ഇന്നും ഒരു മിനി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ക്ലാസ്സിലൊരു ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. എനിക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ, അനിയത്തിക്ക് ഇന്ന് ലീവാണ്. അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് എനിക്ക് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. കുറച്ച് കാലത്ത് ഫുഡ് അടിയോണ്ട് തന്നെ നല്ല തടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കാൻ നോക്കല്. ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓംലേറ്റ് ആയിരുന്നു. ഇന്ന് നമുക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മ ലഞ്ച് ബോക്സിക്ക് സിമ്പിൾ ആയിട്ടൊരു ചിക്കൻ ഫ്രൈ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചിക്കൻ ഫ്രൈ അച്ചാറുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഇനി ഞാൻ ക്ലാസ്സിൽ പോയി വന്നിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ക്ലാസ്സിൽ പോയി വന്നപ്പോൾ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല, ഓലൊക്കെ പുറത്തേക്ക് പോയിക്കേ. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പഴം വാട്ടി തിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആകപ്പാട് കുക്ക് ചെയ്യുന്ന കുറച്ച് ഐറ്റംസേ ഉള്ളൂ. അതിൽ പെട്ടതാണ് പഴം വാട്ടില്, ചായ ഉണ്ടാക്കി. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിലൊക്കെ നല്ല എക്സ്പേർട്ടാണ്. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയലുണ്ട് ചായനെ കുറിച്ച്. ചായ ഒക്കെ കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഡെയിലി ഒന്നും തുണികൾ മടക്കി വെക്കാൻ കഴിയില്ല ക്ലാസ്സിലെ ദിവസം. അതുകൊണ്ട് തന്നെ 2-3 ദിവസം കൂടുമ്പോഴാണ് മടക്കി വെക്കല്. അപ്പൊ അത്യാവശ്യം തുണികളൊക്കെ മടക്കി വെക്കാണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് ഉമ്മ ഉണ്ടായിരുന്നു ഹെൽപ്പ് ആക്കാൻ. പിന്നെ ഞങ്ങൾ രണ്ടാളും പാടെ കൂടി പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ക്ലീനിങ് ഡ്യൂട്ടീസ് ഒക്കെ ഞാനും അനിയത്തിയും കൂടിയാണ് എടുക്കല്. ബാക്കി കുക്കിംഗ് മാത്രമേ ഉമ്മ എടുക്കലുള്ളൂ. ഉമ്മക്ക് ഇങ്ങനത്തെ പണികളൊന്നും എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ഉമ്മ വേറെ പണികളിലായതുകൊണ്ട് തന്നെ ഉമ്മ ഇങ്ങനത്തെ പണികളൊന്നും എടുക്കാൻ നിൽക്കലില്ല. പിന്നെ ഡിന്നറിന് ഞങ്ങൾ അവിൽ മിൽക്ക് പോലത്തെ സംഭവമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവിൽ മിൽക്ക് എന്നൊന്നും പറയാൻ പറ്റൂല, പഴം അരച്ചിട്ടൊന്നും എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയും കട്ട് ചെയ്ത് കൊടുത്തൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ചിക്കു ഇരിപ്പുണ്ടായിരുന്നു, അതും അതിലിട്ടിട്ടുണ്ടായിരുന്നു. ഉമ്മക്ക് അങ്ങനെയൊന്നും ഇല്ല, കണ്ടതൊക്കെ ഇടും. അതാണ് ഉമ്മാന്റെ ഫുഡിന്റെ വെറൈറ്റി ആക്കുന്നത്. ഉമ്മാന്റെ അങ്ങനെ ഒതന്റിക് ആയിട്ടുള്ള റെസിപ്പീസ് ഒന്നല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പൊ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.